നമസ്കാരം. നമസ്കാരം. എന്റെ പാന്റ് കുറച്ച് ലൂസാണ്ട് ഞാൻ ഡാൻസ് കളിച്ചത്. ഒരു സെക്കൻഡ്. ഓക്കെ. എല്ലാം വരും, പാട്ടും വരും, എല്ലാം വരും. ഡാൻസ് ഒഴിച്ചിട്ട് നമ്മള് പാന്റ് ഒരു പ്രശ്നമായതാണ്. നിങ്ങൾ സംസാരിക്കാൻ വിടുന്നില്ലല്ലോ എന്നെ. ഈ ചെണ്ടമേളം തുടങ്ങിയപ്പോ മുതൽ എനിക്കൊരു ശ്വാസം മുട്ടലും അറ്റാക്ക് വല്ലതും വരുമോ, ഇത്രയും അടുത്തുനിന്ന് ചെണ്ടമേളം കേട്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും, അപ്പോഴേക്കും ഇവര് വിളിക്കുകയും ചെയ്തപ്പോഴേക്കും ഡാൻസ് കളിക്കണം, പാന്റ് ഊരിപ്പോവും, ശ്വാസം മുട്ടലും ഉണ്ട്. അവസാനം ഞാൻ അറ്റാക്ക് വന്ന് പാന്റ് ഇല്ലാതെ ഇവിടെ കുഴഞ്ഞ് വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതെല്ലാം എടുത്ത് വീഡിയോ ആക്കി ഇടുമല്ലോ എന്നുള്ള ചിന്ത കാരണം അങ്ങനെയൊക്കെ ഞാൻ കാട് കയറി ചിന്തിച്ചു. എന്തായാലും ചിലപ്പോ ആ ബോർഡം വെച്ചിട്ടാ പറയണേ അതൊക്കെ. ഇത്തവണ റിയാദിൽ വന്നപ്പോ കോഴിക്കോടുകാരുടെ സ്നേഹം, ഫ്ലൈറ്റിൽ കയറുമ്പോ എനിക്കിവര് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഒക്കെ ഇട്ട് തന്നു. അപ്പൊ ആ ബിസിനസ് ക്ലാസ്സിൽ ഒറ്റ ഒരാളേ ഉള്ളൂ, ഞാൻ മാത്രം. അപ്പൊ നടന്നു പോകുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന ബോറടിക്കും, നമ്മളിവിടെ എക്കണോമിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഞാനിവിടെ ഇരുന്നോളാം. ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്താക്കാനാന്ന് പറഞ്ഞാൽ അവന്റെ ഇവിടെ എക്കണോമി പോണ്ടി വരുമല്ലോ എന്നല്ല ആലോചിച്ച്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വളരെ രാജകീയമായിട്ടുള്ള യാത്ര, ഒറ്റയ്ക്ക് ഒരു ബിസിനസ് ക്ലാസ് യാത്ര, തിരിച്ചിറങ്ങി വരുമ്പോ ഫ്ലൈറ്റിൽ നിന്ന് എന്നെ കൂട്ടി കൊണ്ടുവരാൻ മാത്രം ഒരു ബസ്. കാരണം ബിസിനസ് ക്ലാസ് ഒരാളുള്ള, ഫ്ലൈറ്റിലും അധികം ആളില്ലായിരുന്നു. അവനെന്നെ തിരിഞ്ഞു നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു. അവൻ വണ്ടി എടുത്തു. ഞാൻ അങ്ങനെ ഇറങ്ങുന്നു. ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ച് ഇമിഗ്രേഷനിൽ എത്തിയപ്പോ എനിക്ക് വിസ ഇല്ലായിരുന്നു, എനിക്ക് US വിസ ആയിരുന്നു. US വിസ ആയതുകൊണ്ട് അത് ഞാൻ യാത്ര ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം. ഈ വർഷം എടുത്ത വിസ ആയതുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാത്തതുകൊണ്ട് അവര് പറഞ്ഞു ഹജ്ജിന്റെ സമയമാണ്, നിങ്ങളെ കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് കുറേ നേരം ഇംഗ്ലീഷിൽ, എനിക്കറിയാത്ത ഇംഗ്ലീഷിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് എന്റെ ഇംഗ്ലീഷും അറിയില്ല, അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരെന്തൊക്കെയോ പറഞ്ഞ് കുറെ നേരം എന്നോട് പറഞ്ഞു. അവർക്ക് ഒറ്റ കാര്യം മനസ്സിലായുള്ളൂ, ലുലു. ഇവൻ ലുലുവിൽ എന്തോ ഒരു പരിപാടിക്ക് വന്നവനാണെന്ന് മനസ്സിലായി. അപ്പോഴും അവര് വിചാരിച്ച ലുലുവിൽ എന്തോ സാധനം വാങ്ങിക്കാൻ വന്നവനാണ്. ഞാൻ പറഞ്ഞു ഒരു ദിവസമേ ഉള്ളൂ, ഞാൻ ഒരു ദിവസം നാട്ടിൽ കിട്ടൂലേ സാധനമൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതേ രാജകീയ വരവോടുകൂടി 5 ആൾക്കാർ എന്നെ കൊണ്ടുപോവാ. എന്തിനാണെന്നറിയാമോ? തിരിച്ച് ഫ്ലൈറ്റിൽ കയറ്റി വിട്ടു പോവാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്നെ ലുലുവിന്റെ പേര് പറഞ്ഞ ഉടനെ ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പൊ അവരങ്ങ് ആനയിച്ച് പുറത്തോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ എല്ലാം തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടാൻ എനിക്ക് നാളത്തെ ടിക്കറ്റിന്റെ ബോർഡിംഗ് പാസ് എടുത്തതിന് പറഞ്ഞു ഇവിടെ ഇരുന്നോ, ഇനി അടുത്ത ഫ്ലൈറ്റ് വരും. അവർ പറഞ്ഞു നിന്റെ ഫ്ലൈറ്റ് നാളെ ഉച്ചയ്ക്ക്. അതുവരെ ഇവിടെ ഇരുന്നോന്ന് അത് ഞാൻ ഊഹിച്ചെടുത്തു. അത് കഴിഞ്ഞപ്പോ എന്തോ ദൈവാധീനം കൊണ്ട് ഇവര് വീണ്ടും, ഇതൊക്കെ ഓർമ്മയില്ലേ, അങ്ങനെ ഈ ഇരിക്കുന്ന ചേട്ടൻ വിൻസേട്ടൻ ഇടക്കിടക്ക് എന്നെ ഫോൺ വിളിക്കും. ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയും ടെൻഷനാവണ്ട കേട്ടോ, ടെൻഷനാവല്ലേ, ഒരു കുഴപ്പമില്ല, ടെൻഷനാവല്ലേ. ഞാൻ അവിടെ ഇരുന്നപ്പോ നാളത്തെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള ഇവിടെ ഒരു ജോലി ചെയ്യുന്ന, മൈനിങ്ങിലൊക്കെ ജോലി ചെയ്യുന്ന 2-3 സുഹൃത്തുക്കള്, അവര് എന്റെ അടുത്ത് പറഞ്ഞു എന്തിനാ ഇവിടെ തിരിച്ചറിയാ, ഇവിടെ ഒന്നുമില്ല, എന്തിനാ ഇവിടെ ഇറങ്ങിയിട്ട്, നമുക്ക് ലോഞ്ചിൽ കയറി നമുക്കൊന്ന് ചില്ല് ചെയ്യാന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞാനൊരു പരിപാടിക്ക് വന്നതാ സഹോദര, നീ പോണ്ടേന്ന് പറഞ്ഞു. അതിനിടയിൽ ചേട്ടൻ പിന്നെയും വിളിക്കും ടെൻഷനാവുണ്ട് കേട്ടോ, ഞാൻ പേടിക്കില്ലേ. എനിക്ക് സത്യം പറഞ്ഞ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. എന്തോ ഒരു ദൈവഭാഗ്യം, ഏതോ ഒരാള് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വരുന്നു. അതിനിടയിൽ വിസ എടുത്തു നമ്മള്. അങ്ങനെ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരു അച്ചടക്കവും ഇല്ലാത്ത ആൾക്കാരും സൗദിയിൽ വന്നു കഴിഞ്ഞാൽ അച്ചടക്കം പാലിക്കും. സത്യമല്ലേ? സത്യം. പെൺകുട്ടികൾ വരെ പറയുന്നു അച്ചടക്കം ഇല്ലായിരുന്നു നാട്ടില്. അപ്പോ എനിക്ക് തോന്നുന്നു എന്റെ അച്ഛൻ എന്നെ നേരത്തെ കാലത്ത് സൗദിയിൽ വിട്ട് പഠിപ്പിക്കണമായിരുന്നു.
അല്ലെങ്കിൽ സൗദിയിൽ വിടേണ്ടിയിരുന്നു. അപ്പൊ എന്തായാലും ഇവിടെ രണ്ടാമത്തെ തവണയാണ് വരാൻ സാധിച്ചു. ഫുഡ് ഒരു ആഘോഷമാക്കി കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഫുഡ് ഒരു ഫെസ്റ്റിവല് പോലെ, കാരണം ഇവിടെ അല്ലാതെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും നടക്കൂലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ ഫുഡ് കഴിച്ച് ആഘോഷം ആക്കി തീർക്കുക ജീവിതം. ഏതാ ഏഴുമല പൂഞ്ചോലിയ, അതൊക്കെയാണ് പാടണ്ടേ? എന്താ കേട്ടില്ല? നരനോ? എന്റെ മോനെ ഇത്രയും ആരാധകരായിരുന്നു ആ പാട്ടിന് ഇത്രയും ആരാധകരും? അതോ ഞാനത് കുളമായി പാടുന്ന കണ്ട് ആസ്വദിക്കാനുള്ള നിങ്ങളുടെ പുതുജന്മം നേടിയ നരൻ,